ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ഡബിൾ ബിസൈഡിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. സോറി ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്കാണെങ്കിൽ പല്ലുവേദന വന്നു. അപ്പോൾ സംസാരിക്കാൻ തന്നെ ഭയങ്കര പ്രയാസമായിട്ടൊക്കെ ഇരുന്നതുകൊണ്ടാണ്. വീഡിയോയുടെ തുടക്കത്തിൽ കാണുന്നത് സിന്നും ഷായയും കൂടെ നമ്മുടെ ലീഷാങ് ആ ഒരു മാനേജറായിരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവർക്ക് പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ ഹീറോയെ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. നമ്മളുടെ ഹീറോയിന് നമ്മളാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയം അവിടെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ മഴയത്ത് നമ്മുടെ യുവാനാണെങ്കിൽ കുടയില്ലാണ്ട് നനഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നത് സിൻ കാണുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ സിന്നാണെങ്കിലും ഷായുടെ അടുത്ത്, നീ അങ്ങോട്ട് പോയിക്കോ ഹീറോയിൻ്റെ അടുത്ത്, ഞാൻ ഇവിടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കുടയില്ലാത്ത അവളാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. സിന്നാണെങ്കിലും മഴയത്ത് നനഞ്ഞ് ഓടുന്നുണ്ട്. നമ്മുടെ യുവാനാണെങ്കിൽ ആ മഴയെ നനയാതിരിക്കാൻ വേണ്ടി ഒരു ടെലിഫോൺ ബൂത്തിനകത്തോട്ട് കയറും. അപ്പം നമ്മുടെ സിന്ന് നനഞ്ഞുകൊണ്ട് വേണം കണ്ടിട്ട് അവനാണെങ്കിൽ ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും എന്തെങ്കിലും പറയാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങും. അപ്പോഴാണെങ്കിൽ അവൻ നിർത്തുന്നുണ്ട്. അപ്പം നമ്മുടെ യുവാൻ പറയുന്നുണ്ട്, നീ എന്തായാലും പറഞ്ഞു വന്നു. എന്നിട്ട് യുവാൻ പറയും, എനിക്ക് നിന്നോട് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, എന്നാൽ നിന്നെ എനിക്ക് സങ്കടപ്പെടുത്താനും സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ സിൻ പറയും, ഞാനന്ന് അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. സമയമാണെങ്കിൽ സിന്നിന് ഭയങ്കരമായിട്ട് തുമ്മൽ വരുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിലും നിൻ്റെ കൈ രണ്ടും ഇങ്ങനെ ചൂടാക്കിയിട്ട് നിൻ്റെ കവിളിൽ വയ്ക്കാൻ വേണ്ടി പറഞ്ഞ് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളും അങ്ങനെ ചെയ്യും. ആ സമയം ആ ഒരു ഫോൺ ബൂത്തിനകത്ത് ഒരാൾ കോൾ ചെയ്യാൻ വരും. അതുകൊണ്ട് തന്നെ ഇവൻ്റെ കോട്ടിനകത്ത് കയറി നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സബ്വേയിലോട്ട് നടന്നു പോകുന്നുണ്ട്. അവിടെ എത്തിയിട്ട് കോട്ടിന് അവളുടെ കയ്യിൽ കൊടുത്തിട്ട്, നീ ഇത് വെച്ചോ എന്ന് പറയും. മഴ ഭയങ്കര കൂടുതലാണ്, എത്രയും പെട്ടെന്ന് നീ പൊക്കോളാൻ പറയും. അവൻ നമ്മുടെ സിന്നാണെങ്കിലും പോകുന്ന പോലെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കും, നിനക്കൊരിക്കലും അതിന് പറ്റത്തില്ലേ, എനിക്കറിയാം നിനക്ക് ഹീറോയിനെ മറക്കാൻ പാടാണെന്നുള്ള കാര്യം, പക്ഷേ നീ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ എന്ന് ചോദിക്കും. ഇത്ര നാൾ വേണമെങ്കിലും ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കാം, നമുക്ക് നമ്മുടേതായിട്ടുള്ള പുതിയ മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയും. എന്നിട്ട് അവൾ പറയും, ഇനി വരുന്ന ആൾ റെഡ് കളർ കുടയും കൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ലൈഫ് സക്സസ് ആവുമെന്ന് പറയും. രണ്ടുപേരും ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റോടെ നോക്കി നിൽക്കും, ആരെങ്കിലും റെഡാണോ കൊണ്ടുവരുന്നതെന്ന്. പക്ഷേ ഭാഗ്യവശാൽ അവർ കൊണ്ടുവന്ന കുട ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ നമ്മുടെ സിനിനാണെങ്കിൽ ഭയങ്കര സങ്കടം. അവൾ അങ്ങനെ വിഷമിച്ച് പോകാൻ നിൽക്കുമ്പം ഇവൻ പറയുന്നുണ്ട്, ശരി നമുക്ക് ഒരവസരവും കൂടെ കൊടുക്കാം, ഇനി വരുന്ന ആൾ റെഡും കൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രമിക്കാമെന്ന് പറയും. അവൾക്കാണെങ്കിൽ സന്തോഷമാവും. പക്ഷെ അടുത്ത് വരുന്ന ആളുടെ കയ്യിൽ കുടയുണ്ടാവും, അത് പക്ഷേ ബ്ലാക്ക് കളർ പോലെയാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവർ ഭയങ്കര വിഷമിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അവരാണെങ്കിൽ ആ കുട ശരിക്കുമുള്ള കളർ കാണുന്നത് അത് ബ്ലാക്ക് കളറിൽ കവറായിരുന്നു, ആ കുടയുടെ കളർ റെഡായിരുന്നു. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ സിന്നാണെങ്കിൽ പിന്നെ പറയേ വേണ്ടല്ലോ, സന്തോഷത്തോടെ അവൾ ഓടിപ്പോകുന്നുണ്ട്. അടുത്ത ദിവസം ബാസ്കറ്റ്ബോൾ കോർട്ടിലോട്ടാണ് നമ്മുടെ ഹീറോയിനും ഫ്രണ്ട്സും പോകുന്നുണ്ട്. അവിടെ ലീഷാങ്ങും ഉണ്ടായിരിക്കും. കുറേ പെൺകുട്ടികൾ നമ്മുടെ ഹീറോ ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് കണ്ട് അവനെ എൻകറേജ് ചെയ്യുന്നത് കാണും നമ്മുടെ ലീഷാങ്ങിനാണ് ഇഷ്ടപ്പെടത്തില്ല. അവളാണെങ്കിൽ ഇപ്പോൾ അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട്. അവരും തിരിച്ചുള്ള ഒരുപാട് വഴക്ക് പറയും. ഇതെല്ലാം കേൾക്കുന്ന ഹീറോ ആണെങ്കിൽ ലീഷാങ് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയും. അവൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞതും അവൾ മിണ്ടാതിരിക്കുന്നത് കാണുന്ന ആ ഒരു പെൺകുട്ടികളെല്ലാം ഇവർ തമ്മിൽ എന്തായിരിക്കും ബന്ധം എന്നൊക്കെ സംസാരിക്കും. ഇത് കേൾക്കുന്ന ഹീറോയ്ക്കാണെങ്കിലും ഇഷ്ടപ്പെടത്തില്ല. അവനാണെങ്കിലും അവരെ വഴക്ക് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ഹീറോയിനൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് നമ്മുടെ യുവാൻ വരുന്നുണ്ട്. സിന്നാണെങ്കിലും യുവാനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകും. അതിനുശേഷമാണെങ്കിൽ അവർ നമ്മുടെ മാനേജറായിട്ട് നമ്മുടെ ഹീറോയിനായില്ലേ ഉണ്ടായിരുന്നത്, എന്നാൽ അതിപ്പം മാറി ലീഷാങ് ആയതുകൊണ്ട് തന്നെ തിരിച്ച് അവളെ ആ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യുവാൻ അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനെപ്പറ്റിയെല്ലാം സംസാരിച്ച് നമ്മുടെ ഹീറോയുടെ അടുത്തോട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ യുവാൻ നമ്മുടെ ഹീറോയിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രണ്ടായിട്ടാണ്, പഴയതൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല. എന്നിട്ട് ഫ്രണ്ട്സ് ആണെങ്കിലും മാനേജറായിട്ട് നമ്മുടെ ഹീറോയിൻ തന്നെ വേണമെന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ലീഷാങ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനെ തീരുമാനിച്ചാലും ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്ന്, ഇവക്കെല്ലാം അറിയാമെന്നുള്ളത് പോലെ. അപ്പോൾ നമ്മുടെ സിന്നാണെങ്കിലും അതൊന്നും പറ്റത്തില്ല, നീയാണ് മാനേജറെങ്കിൽ അതിന് എനിക്ക് സമ്മതമല്ല എന്ന് നീ തിരിച്ചും പറയും. അതേക്കുന്ന ഇവാനാണെങ്കിൽ ഇത് ബാസ്കറ്റ്ബോൾ കോർട്ടിലുള്ള കാര്യമാണ്, അതിൽ നീ ഇടപെടേണ്ടെന്ന് അവളടുത്ത് പറയും. അവളാണെങ്കിൽ മിണ്ടാതാവുന്നുണ്ട്. അപ്പോൾ ഇവാൻ പറയുന്നുണ്ട്, എന്തായാലും ലീഷാങ് നമ്മുടെ ഹീറോയിന് രണ്ടുപേരും മാനേജർ ആവാനുള്ള സ്ഥാനത്തിൽ അർഹനായിട്ടുള്ളവരാണ്, അതിലൊരാളെ തീരുമാനിക്കാൻ വേണ്ടി പറയുമ്പോൾ ഹീറോ പറയും, എന്തിനാണ് ഒരാൾ, രണ്ടുപേരും നമ്മുടെ മാനേജറായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ എല്ലാവരും ആ ഒരു ഡീലിന് ഓക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിലും എല്ലാവർക്കും സന്തോഷമാവുന്നു. അന്ന് വൈകുന്നേരം നമ്മുടെ ഈ സിന്നാണെങ്കിൽ യുവാനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് നാളെ നമുക്ക് ഡേറ്റിന് പോകുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിലും ശരി പോവാന്ന് പറയും. അത് കേൾക്കുന്ന നമ്മുടെ സിന്നാണെങ്കിൽ സന്തോഷത്തോടെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അടുത്ത ദിവസം ക്ലബ്ബ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണ് എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഷാങ് ആണെങ്കിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മുടെ ഹീറോ എന്തെങ്കിലും ജോലി പറഞ്ഞാൽ മാത്രമേ ലീഷാങ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ജോലി ചെയ്യുന്നത് അവൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്നുണ്ട്, രണ്ടുപേരിൽ ഒരാൾ മാത്രം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ടവലെടുക്കാൻ എന്തിനും തന്നെ നമ്മുടെ ഹീറോയിനെ മാത്രമാണ് വിളിക്കുന്നത്. അത് കാണുന്ന ലീഷാങ്ങിനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നുമില്ല.
ഹീറോയിൻ്റെ അടുത്ത് ഹീറോ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അതൊക്കെ കാണാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മുടെ ഹീറോയിൻ പുറത്തു പോകുമ്പോൾ അവളെ ഫോളോ ചെയ്ത് ലീഷാങ്ങും പോകുന്നുണ്ട്. എന്നിട്ട് അവളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന പോലെയൊക്കെ സംസാരിക്കും. നീ കണ്ടില്ലേ ഹീറോ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത കാര്യമെന്നൊക്കെ. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും അവളങ്ങനെ മിണ്ടാതെ നിൽക്കും. അവൾക്കാണെങ്കിൽ അവളുടെ മനസ്സിൽ ഡൗട്ടുണ്ട്, എന്തിനാണ് ലീഷാങ് ഏത് പ്രശ്നത്തിലും നമ്മുടെ ഹീറോ അവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എവിടെ നിന്നും അറിയത്തില്ല ഒരു കൂട്ടം പെൺകുട്ടികൾ വന്നിട്ട് നമ്മുടെ ലീഷാങ്ങിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. നമ്മളെ ഹീറോയിനാണെങ്കിൽ അവരെ പിടിച്ചു മാറ്റാനൊക്കെ കഴിവതിൻ്റെ മാക്സിമം ശ്രമിക്കുമെങ്കിലും അവളെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോഴാണെങ്കിൽ അവൾ പെട്ടെന്ന് പോയി നമ്മുടെ ഹീറോയും ഫ്രണ്ടിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും വന്ന് ലീഷാങ്ങിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. ഹീറോ ആണ് അവൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് കാണുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര വിഷമാവുന്നുണ്ട്. ഇവർ തമ്മിൽ എന്താ ബന്ധം, എന്തിനാ ഹീറോ എപ്പോഴും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാൻ അവൾക്ക് മനസ്സിൽ ഭയങ്കര ടെൻഷനൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഹീറോ ആണെങ്കിൽ ലീഷാങ്ങിനെ പോയി മരുന്നെല്ലാം വെച്ച് കൊടുത്ത് അവളെ ഓക്കെ ആക്കി സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടെ യാങ് പിന്നാണ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ലീഷാങ്ങിനെ നമ്മുടെ ഹീറോ ഇതിനു മുന്നേ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ബുള്ളി ചെയ്യുന്ന സമയത്തെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഷാങ് അവനെ പ്രിൻസ് എന്നാണ് പറയുന്നത്. അവളെ സംരക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ള പ്രിൻസായിട്ടാണ് അവളുടെ മനസ്സിൽ നമ്മുടെ ഹീറോയെ എപ്പോഴും കാണുന്നത്. അങ്ങനെയാണ് ഹീറോ അവളുടെ പ്രിൻസായി എന്ന് പറയുന്നുണ്ട്. അടുത്ത ദിവസം നമ്മുടെ സിന്നാണെങ്കിൽ നമ്മുടെ യുവാൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോകാൻ വേണ്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് റെഡിയായി പോകുന്നുണ്ട്. അടുത്ത് നമ്മുടെ ഹീറോയിൻ അങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ട് പെൺകുട്ടികൾ സംസാരിച്ചുകൊണ്ട് പോകുന്ന കേൾക്കും. ഈ ലീഷാങ്ങിന് എന്തിനാ വട്ടാണോ സ്വന്തമായിട്ട് അടി വാങ്ങാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ തന്നേക്കുന്നത്, നമുക്ക് എന്തുമാത്രം കാശ് അവൾ തന്നേന്നൊക്കെ പറഞ്ഞ് പോകുന്നത് നമ്മുടെ ഹീറോയിൻ കേൾക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും ആ ഒരു അടി കൊട്ടുന്ന പ്ലാനൊക്കെ നടത്തിയത് അവളാണ്, അവളെ ചതിച്ചതാണെന്നുള്ള കാര്യമൊക്കെ. എന്നിട്ട് അവളാണ് ലീഷാങ്ങിനെ കാണുമ്പോൾ അവിടെ യാങ് പിൻ ഉണ്ടായിരിക്കും. അവനോട് പുറത്തു പോകാൻ പറഞ്ഞിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അവൾ പറയും, നീ അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അല്ലേന്ന്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, നീ ഹീറോയുടെ ആ ഒരു നല്ല ഗുണത്തിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതിനെ നീ മുതലെടുക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ യാങ് പിൻ പറയുന്നുണ്ട്, നീനൊക്കെയാണെങ്കിൽ അസൂയയാണ്, നിന്നെ സ്നേഹിക്കാതെ എന്നെ അവൻ സ്നേഹിച്ച് കളയുന്നുള്ള പേടിയാണ് നിനക്കുള്ളതെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരിയൊക്കെ സംസാരിക്കും. ഒരു ലെവലെത്തുമ്പോൾ അവളുടെ തന്നെ കൺട്രോൾ ഹീറോയിന് നഷ്ടപ്പെടുന്നുണ്ട്. അവൾക്ക് ദേഷ്യം വന്ന് ലീഷാങ്ങിനെ അവളെ അടിക്കുന്നുണ്ട്. എന്നാൽ ഈ അടിയൊടുക്കുന്ന സീന് കണ്ടുകൊണ്ടാണ് നമ്മുടെ യാങ് പിന്നും ഹീറോയും വരുന്നത്. അവർ രണ്ടുപേരും നമ്മുടെ ഹീറോയിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പം യാങ് പിൻ ആണെങ്കിൽ, നീ എന്തിനാ അവൾ അടിച്ചത്, അവൾക്ക് കിട്ടിയ അടിയുടെ ക്ഷീണമൊന്നും ഇതുവരെ മാറിപ്പോയില്ലേ, നീ എന്തിനിങ്ങനെയൊക്കെ ചെയ്തെന്ന് വഴക്ക് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയും അവളെ വഴക്ക് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, നിനക്ക് എന്താ മനസ്സിലാകുന്നില്ല എനിക്ക് എന്താ ചെയ്യുന്നതെന്ന്, എനിക്ക് ഭയങ്കര ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ നിൻ്റെ കളിപ്പാട്ടമോ പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ ഒന്നും അല്ല, നിനക്ക് തോന്നും പോലെയൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, നീ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ കളിപ്പാട്ടമായിട്ടിരിക്കാൻ, ഞാൻ വളർത്തുന്ന പട്ടിക്കുട്ടിയായിട്ടിരിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല, നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ഇരിക്കണം എന്നെല്ലാം പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നുണ്ട്. അവളാണെങ്കിൽ കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഉടനെ ലീഷാങ് ആണെങ്കിൽ നമ്മുടെ ഹീറോയെ ഹഗ് ചെയ്യുന്നുണ്ട്. ഹീറോയും കരഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് അവൻ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഞാനെന്ന് വിചാരിച്ചു, പക്ഷേ അവൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് വിഷമിക്കുന്നുണ്ട്. ഇവിടെ അവൾ ഹഗ് ചെയ്തത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഹീറോ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ അവളും പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയുമ്പോൾ അവൻ പറയും, നീ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, എന്നിൽ നിന്ന് നിനക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ വേറെ ഒന്നും തന്നെ കിട്ടത്തില്ല, സ്കൂൾ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഈ സങ്കടം സഹിക്കാൻ പറ്റില്ല. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യാങ് പിൻ്റെ അടുത്ത് പറയും, ഇവളെന്താ എന്നെ സ്നേഹം മനസ്സിലാക്കാത്തതെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. ഹീറോയിൻ കരഞ്ഞുകൊണ്ട് വിഷമിച്ച് പോകുന്നത് കണ്ട ഇവാനാണെങ്കിൽ അവളെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ആദ്യമായിട്ട് ഒരു 4 ലീഫ് ഫ്ലവർ നോക്കിയിരുന്നതിനെ ഓർത്തിട്ട് അവനാണെങ്കിൽ 3 ലീഫ് ഫ്ലവർ വെച്ചിട്ട് അവളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അവളാണെങ്കിലും കുറേ ടൈം കഴിയുമ്പോൾ ഓക്കെ സന്തോഷത്തോടെ തിരിച്ചു പോകാൻ നിൽക്കും. അപ്പം ഇവാനാണെങ്കിൽ പറയുന്നുണ്ട്, നമ്മുടെ ഹീറോ നല്ലവനാണെന്നുള്ള കാര്യം. കാരണം അന്ന് അവൻ ഇമോഷനായിട്ട് ഒരുപാട് തകർന്നു നിന്ന സമയത്ത് ഹീറോയെ ഭയങ്കരമായിട്ട് എടുത്തിട്ട് അടിച്ചു. എങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ തിരിച്ചടിക്കുകയോ ഒരു പ്രശ്നത്തിന് തന്നെ ഉണ്ടായില്ല. കാരണം അവനറിയാം ഇവൻ ഒരുപാട് വിഷമിച്ചാണ് ഇരിക്കുന്നത്, അവനെ തകർക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അവൻ്റെ ലവ് മെച്യൂറായിട്ടുള്ള ലവ് ആണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയെ പറ്റി നല്ല നല്ല കാര്യങ്ങളാണ് നമ്മളെ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ശരി, നിനക്ക് ഇനി എങ്ങാനും 4 ലീഫ് ഫ്ലവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ബോയ് ഫ്രണ്ടിന് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ പറയും. അപ്പോൾ അവളും പറയുന്നുണ്ട്, ഞാൻ നിനക്ക് എന്തായാലും സിൻ നല്ലൊരു ഗേൾ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോഴാണ് സിന്നിൻ്റെ കാര്യം അവൻ ഓർമ്മ വരുന്നത്. സിന്നിന് ഡേറ്റിന് വരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവൾ വെയിറ്റ് ചെയ്യാതിരിക്കും എന്നുള്ളത് കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സിന്നാണെങ്കിൽ ഓൾറെഡി അവിടെ വന്നു നിന്ന് ഇനി അവൻ വരത്തില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഈ നമ്മുടെ സിന്നിനെ അവൻ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, ഇല്ല സാരമൊന്നുമില്ല, കുഴപ്പമില്ല,
പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സാഡായിട്ട് പറയും. എന്നിട്ട് ഓക്കെ ഞാൻ തിരിച്ചു പോവുകയാണ്, ഇനി ഒരു ദിവസം മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കോളിട്ട്. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ സിന്നാണെങ്കിൽ ആ റെഡ് കളർ അമ്പലത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അവന് മെസ്സേജ് അയക്കും, ഇനി എങ്ങാനും നീ അടുത്ത ഡേറ്റിന് താമസിച്ച് കഴിഞ്ഞാൽ നിൻ്റെ തലയിൽ ഞാൻ റെഡ് കളർ അംബ്രല്ല വെച്ച് ഞാൻ അടിച്ച് പൊട്ടിക്കുന്നു. അത് കാണുന്ന നമ്മുടെ യുവാനാണെങ്കിലും ഇനി ഞാൻ ഒരിക്കലും ഒരു ഡേറ്റിനും താമസിച്ച് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അടുത്ത സൺഡേ നമുക്ക് ഡേറ്റിന് പോകാമെന്ന് യുവാൻ അവളുടെ അടുത്ത് ചോദിക്കുന്ന ആ ഒരു മെസ്സേജ് കാണുമ്പോൾ നമ്മുടെ സിന്നിനാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മുടെ ബാസ്കറ്റ്ബോൾ ക്ലബ്ബിലാണ്. ഹീറോ ആണെങ്കിൽ ഭയങ്കര സാഡായിട്ടാണ് ഇരിക്കുന്നത്. അവനാണെങ്കിൽ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയറിന് കൂടെ ഇറങ്ങുന്നും പോലുമില്ല. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവനെ നോക്കുന്നുണ്ടെങ്കിലും അവനതൊന്നും കെയർ ചെയ്യുന്നുണ്ടുമില്ല. അവൻ സാഡാണെന്ന് അതിനടുത്ത് മിണ്ടണമെന്നൊക്കെ അവൾക്ക് ഉണ്ടെങ്കിലും അവൾ മിണ്ടത്തില്ല. എന്നിട്ട് ബ്രേക്ക് സമയത്ത് എല്ലാവർക്കും എന്തൊക്കെ സ്നാക്സ് ആണ് വേണ്ടതെന്നൊക്കെ ഉള്ള ലിസ്റ്റ് എല്ലാം അവൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരും ഓരോരുടെ ഇഷ്ടങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവളാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്ത് പോകുമ്പോഴാണ് ഒരു ഫ്രണ്ട് അവിടോട്ട് വരുന്നത്. പുറത്ത് ഭയങ്കര മഴയാണെന്നുള്ള കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ യുവാനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ഹീറോയിൻ പുറത്ത് പോയിരിക്കുകയാണ് സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട്, ഭയങ്കര മഴയാണ്, നീ പോയി ഹെൽപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ അവനാണെങ്കിൽ നിനക്കത്രയും ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ പോയി ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് യുവാനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ യുവാനും തോന്നും ഇവനെയാണല്ലോ നല്ലവനെന്ന് ഇന്നലെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു തന്നേക്കാം. ആ സമയമാണെങ്കിൽ നമ്മുടെ യാങ് പിന്നാണെങ്കിൽ ഞാൻ പോയി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. ഇത് കാണുന്ന ലേശാങ്ങിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം അവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹീറോ എന്നെ സ്നേഹിക്കാത്തതിന് കാരണം നമ്മുടെ ഹീറോയിനാണ്. അവളില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഹീറോ എന്നെ തന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന് നമ്മുടെ ലേഷാങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാങ് പിന്നാണെങ്കിലും അപ്പോൾ അവളില്ലെങ്കിൽ നിനക്ക് സന്തോഷമാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർമ്മ വരുന്നത് നമ്മുടെ ലേഷാങ് ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാവും എന്നുള്ള രീതിക്ക് അവൾക്ക് പേടിയാവുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ യാങ് പിന്നാണെങ്കിൽ പുറത്ത് നിൽപ്പുണ്ടായിരിക്കും. അവനാണെങ്കിൽ അവൻ്റെ കയ്യിലൊരു വലിയ ഇരുമ്പ് റോഡും വെച്ചിട്ടാണ് നിൽക്കുന്നത്. നീ ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലേഷാങ് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കും, നീയാണ് അവളുടെ സന്തോഷത്തിന് കാരണം, അതുകൊണ്ട് ഞാൻ നിന്നെ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ ലേഷാങ് ആണെങ്കിൽ പേടിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അവളെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു രംഗത്തോടെ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി എന്തൊക്കെ നടക്കുന്നുള്ളത് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.